ഇന്ന് നോക്കാൻ പോകുന്നത് ഈ കോറൽ ഫോട്ടോഷോപ്പ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ മേഖലയിലേക്ക് ബിഗിനറായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഗ്രാഫിക് ഡിസൈൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പലർക്കും അറിയാനാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക. നിലവിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഇത് ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറിൽ ചെയ്തേക്കുന്ന ഒരു ഇമേജാണ്. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ ഗൂഗിളിൽ ഇങ്ങോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ പിക്സലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫോട്ടോഷോപ്പിൽ എപ്പോഴും ചെയ്യുന്നത് പിക്സലിലായിരിക്കും. അതോ സൂം ചെയ്ത് കഴിയുമ്പോൾ പിക്സൽ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചതുരക്കട്ടകളാണ് ഇത് ഫുള്ള്. നമ്മൾ ഏറ്റവും കൂടുതൽ സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇത് ഫോട്ടോഷോപ്പിൽ തന്നെ കാണിക്കാം. ഫോട്ടോഷോപ്പ് ഇമേജ് സൈസ് റെസൊല്യൂഷൻ 50 റെസൊല്യൂഷൻ ഇതാണ് അതിൻ്റെ. ഇത് സൂം ചെയ്യുന്നതനുസരിച്ച് ഇത് പിക്സലായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം പിക്സലിലാണ് വന്നത്. നമ്മൾ എന്ത് ഫയലിനകത്ത് ക്രിയേറ്റ് ചെയ്താലും, ലോഗോ ആണെങ്കിലും വരയ്ക്കുന്ന ഡ്രോയിങ് ആണെങ്കിലും അതുപോലെ എന്താ പറയുക ഫ്ലെക്സ് ഡിസൈൻ ആണെങ്കിലും എന്താണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ പിക്സലാണ് ഇതിനകത്ത് വരുന്നത്. പിക്സലിലാണ് അത് ഫുള്ള് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഫയൽ കൊണ്ട് ഒരു CNC മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കാം. അതുപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം ഷെയർ ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ വെബ് ഡിസൈനിങ്ങിന് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ആൽബം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, പ്രിൻറ്റിങ്ങിന് കാര്യത്തിലെല്ലാം ഇത് ഉപയോഗിക്കാം. ഫോട്ടോഷോപ്പ് മതി, നമുക്ക് കോറലിൻ്റെ ആവശ്യമേ ഇല്ല. ഫോട്ടോഷോപ്പ് മാത്രം മതി. നമുക്ക് പ്രിൻറ്റിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാനായിട്ട് ഫോട്ടോഷോപ്പ് മാത്രം മതി. ഇനി നമുക്ക് കോറലിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ നമുക്ക് വിസിറ്റിംഗ് കാർഡ് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാക്കാം. ഓക്കെ, ഇത് പിക്സലാണെന്ന് മാത്രമേ. ഇനി നമുക്ക് കോറലിലേക്ക് വന്നു കഴിയുമ്പോൾ കോറൽ മാത്രമല്ല, ഇലിസ്ട്രേറ്ററും വെക്റ്റർ ഫയലുകളാണ് ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകളെല്ലാം വെക്റ്റർ ഫയലുകളായിരിക്കും. ഇത് എത്ര സൂം ചെയ്തെന്ന് പറഞ്ഞാലും പിക്സലാവില്ല. ഇതാണ് പിക്സലായിട്ടില്ല, ഇത് വെക്റ്റർ ഫയലാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു CNC മെഷീനിൽ ഈ ഒരു റൗണ്ട് കട്ട് ചെയ്യണം. ഈ റൗണ്ട് കട്ട് ചെയ്യണമെങ്കിൽ ഈ മെഷർമെൻറ്റിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ വരച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമുക്ക് ആ കമാൻഡുകളൊന്നും വർക്കാവില്ല. ഇത് CNC മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിലേക്ക് ഈ സാധനം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ ഫയലുകൾ മാത്രമാണ് അതിൻ്റെ വർക്കാവുള്ളൂ. ഇതിപ്പോൾ ഈ ലൈൻ കാണിച്ചേക്കുന്ന ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ലേസർ മെഷീൻ ആണെങ്കിൽ ഈ ലൈനിൽ കൂടെ ആയിരിക്കും പോവുക, അപ്പോൾ ഒരു റൗണ്ട് കട്ടാവും. പ്ലോട്ടർ മെഷീൻ ആണെങ്കിലും ആ നീഡിലായിരിക്കും പോവുക. അതുപോലെ CNC സാധാ വുഡ് കട്ട് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ അതിൻ്റെ വിറ്റ് ഇതിലായിരിക്കും പോവുക, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ CNC മെഷീൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് CNC മെഷീൻസ്. ഇത് റൂട്ടർ ചെയ്യുന്ന മെഷീനാണ്. ഇതുപോലെ ലേസർ മെഷീൻ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഈ റൂട്ടർ ചെയ്യുന്ന ബിറ്റിന് പകരം ലേസർ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന മെഷീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റിക്കർ കട്ടിങ് കടകളിലൊക്കെ ഉണ്ട്, നമ്പർ പ്ലേറ്റ് കട്ടിങ് കടകളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഫയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ഫയലുകളാണ്. അത് കോറലിൽ ചെയ്യാം, ഇലിസ്ട്രേറ്ററിൽ ചെയ്യാം. ഈ CNC മെഷീനിലേക്കെല്ലാം കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പം കോറൽ തന്നെയാണ്. അതാണ് കോറലിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ വെക്റ്റർ ഫയലുകളിൽ ചെയ്യുന്ന ഫയലുകൾക്കെല്ലാം ഒരു ക്വാളിറ്റി കൂടുതലുണ്ടാവും. സാധാ ഫോട്ടോഷോപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടാവും ഈ വെക്റ്റർ ഫയലുകൾക്ക്. അതായത് ഫ്ലയർ, വിസിറ്റിംഗ് കാർഡ്, നോട്ടീസ്, ഇതൊക്കെ നമ്മൾ കോറൽ ഫയലുകൾ അല്ലെങ്കിൽ വെക്റ്റർ ഫയലുകളിൽ ചെയ്യുകയാണെങ്കിൽ പ്രിൻ്റ് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഇത് നമ്മൾ കോറൽ ചെയ്ത് കഴിഞ്ഞാലും കോറലിൽ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുത്ത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കോറലിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കോറലിൽ നിന്ന് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യുക, ഇതേ എക്സ്പോർട്ട് ചെയ്യാൻ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്യാം. നമ്പർ 1 2 വെറുതെ PSD ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. PSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ഫയലാണ്. EPS ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് നോക്കുക, JPG ആയിട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ എക്സ്പോർട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു കോറൽ ഫയൽ, പക്ഷേ അതിലേക്ക് വന്നൊരു പിക്സലായിട്ട് മാറണം. ഇതിപ്പോൾ വെക്റ്റർ ഫയലാണ്. ഞാൻ മുമ്പ് സൂം ചെയ്ത് കാണിച്ചതാണ് അത്. പക്ഷേ വെക്റ്റർ ഫയൽ ആയതുകൊണ്ട് അതിൽ പിക്സലൊന്നും കാണിച്ചില്ല. ഓക്കെ, നമ്മൾ ഇന്ന് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകണം. 1 കൊടുത്തു, നമ്മൾ പേര് കൊടുത്തു, PSD ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, റെസൊല്യൂഷൻ 60, മെഷർമെൻ്റ് ഒക്കെ അത് തന്നെ. CMYK RGB എന്താണെന്ന് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രിൻറ്റിങ് വേണ്ടി ഉപയോഗിക്കുന്നതാണ് CMYK എന്നുള്ളത്. RGB എന്നുള്ളത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വെബ് ഡിസൈനിങ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്നില്ല. RGB ആണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എക്സ്പോർട്ട് ചെയ്തത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. കാരണം ഇമ്പോർട്ട് ചെയ്യുന്നത്
Alt+F അടിക്കുക. ഓക്കെ, Alt+F അടിച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ നമ്മൾ W1W2 എന്ന് പറഞ്ഞ് PST ഇങ്ങോട്ട് പ്ലേസ് ചെയ്യും. ഇമ്പോർട്ടല്ല, പ്ലേസ് ചെയ്യുന്നതാണ് കേട്ടോ. പ്ലേസ് ചെയ്താൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടോ അതിൽ നമുക്ക് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി പോകുള്ളൂ. അതുവരെ നമുക്ക് ഇതിൻ്റെ ഏതാണോ എക്സാക്ട് ക്വാളിറ്റി ആണ് ഇതിനകത്ത് കിട്ടും. ആണ് പ്ലേസ് ചെയ്താൽ ഗുണം. വെക്ടറായിട്ട് തന്നെ ഓക്കെ, ആ വെക്ടർ ഫയലാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, അത് പിക്സലായിട്ട് മാറി. ഇനി കുറച്ചുകൂടി ക്വാളിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമേജിൽ പോവുക, ഇമേജ് റെസൊല്യൂഷൻ എടുത്തിട്ട് റെസൊല്യൂഷൻ ഒരു 150 കൊടുക്കുക. ഓക്കെ, 150 റെസൊല്യൂഷൻ കൊടുത്തു. ഇപ്പം ഡിലീറ്റ് ചെയ്ത് കളയാം. Alt+F പ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് വലിപ്പം കൂട്ടാം. അത് പിക്സലായി. അവിടെ റെസൊല്യൂഷൻ നല്ല റെസൊല്യൂഷനിൽ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ഇത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് PST തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൂട്ടിയിട്ട് നോക്കാം എന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ അറിയാലോ. കൺട്രോൾ എക്സ്പോർട്ട് കൊടുത്തു. ആ ഫയൽ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. കുഴപ്പമില്ല. റെസൊല്യൂഷൻ ഒരു 300 കൊടുക്കണം CMYക്ക് തന്നെ. ഓക്കെ, വീണ്ടും നമ്മളത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടി. റെസൊല്യൂഷൻ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുക, സൂം ചെയ്ത് കഴിഞ്ഞാൽ അതും പിക്സലായി മാറും. പിക്സലായി. ഇത് നമുക്ക് CNCയിലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് മെയിനായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് ആദ്യം ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. എന്തിനാണ് ഫോട്ടോഷോപ്പ്, എന്തിനാണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനാണ്. അതല്ല, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഒന്നും പിക്സലും ഒന്നും വെക്ടറുമാണ്. അപ്പോൾ CNC ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കോറലിൻ്റെയും ഇലിസ്ട്രേറ്ററിൻ്റെയും സഹായം വേണ്ടി വരും. പിന്നെ ഇത് തന്നെ ചെയ്യുന്ന വേറെ സോഫ്റ്റ്വെയർ ഉണ്ട്. ആർട്ട്ക്യാം പോലെ, ആർട്ട്ക്യാം, മാസ്റ്റർക്യാം, അങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയറുകൾ CNC മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുണ്ട്. അത് പഠിക്കാൻ പാടുള്ള ആളുകൾക്ക് പോലും ഈ കോറൽ ഡ്രോ അറിയാമെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത് ഷീറ്റിൽ എന്തോരം കട്ടിങ് വരണം എന്നൊക്കെയുള്ള മെഷർമെൻ്റൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം കോറൽ ഡ്രോ ആണ്. മെഷർമെൻറ്റ് എടുക്കാനൊക്കെ ആയിട്ട് കോറൽ ഡ്രോ എളുപ്പമാണ്. അപ്പം ഫോട്ടോഷോപ്പിനൊക്കെ ഇനി ഈ റൗണ്ടൊക്കെ എത്ര വരണം എന്നുള്ളത് ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വിധി ഇവിടെ വന്നു. നമ്മൾ എത്ര എണ്ണം കൂട്ടണം, എത്ര എണ്ണം കുറയ്ക്കണം, ഇനി ഇഞ്ചസ് വേണോ, എല്ലാം ഇവിടെ ഉണ്ട്. ഇഞ്ചസ് ഉണ്ട്, ഫീറ്റ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മാറ്റാൻ പറ്റും. അതുപോലെ ഇൻസ്റ്റേറ്റിലും അത് തന്നെയുള്ള ഓപ്ഷനുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഞാനെല്ലാം ഇങ്ങനെ കുറേ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്നറിയത്തില്ല. എങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.